ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫോറസ്റ്റ് ചോയ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എൻ്റെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ 2 റെസിപ്പിയും കൂടെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ആ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അതാ പതിവ് പോലെ കിച്ചണിലൊക്കെ ഇറങ്ങി ചായ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ദോശയാണ്. ദോശയ്ക്ക് തലേ ദിവസം തന്നെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉഴുന്നൊക്കെ ഇട്ടിട്ടുള്ള ദോശ തലേദിവസം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ദോശ അരച്ചിട്ട് ഞാൻ ഇതുപോലെ റൈസ് കുക്കറിൻ്റെ ഇതിലൊക്കെ ഇറക്കി വെക്കുക ചെയ്യാം. അപ്പോൾ അത് അങ്ങനെ ആകുമ്പോൾ നല്ലപോലെ പൊങ്ങി വരും. ഇപ്പോൾ കുറച്ച് തണുപ്പുള്ള ക്ലൈമറ്റ് അല്ലേ, അപ്പോൾ പൊങ്ങി വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ അത് പുറത്തേക്ക് എടുത്ത് വെച്ച് അപ്പോഴേക്കും വെള്ളമൊക്കെ തിളച്ച് വന്ന് ഞാൻ ചോറ് വെക്കാനുള്ള വെള്ളം കൂടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ മസാല ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പൊട്ടറ്റോ ഒന്ന് വേവിക്കാനായിട്ട് വെക്കുകയാണ്. 2 പൊട്ടറ്റോ ഒന്ന് മുറിച്ചിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഇട്ടിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ബാക്കി വേണ്ട സംഭവങ്ങൾ ഒരു 2 സവാള, ഒരു പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, പിന്നെ കുറച്ച് മല്ലിയില, കറിവേപ്പില, ഒരു 4-5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അങ്ങനെ അതും കൂടെ അവിടെ എടുത്ത് റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ ചട്നി ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ അരച്ചെടുക്കുകയാണ്. 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പച്ചമുളക്, ഞാനിപ്പോൾ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ അധികം എരിവ് ഇഷ്ടമല്ല ആർക്കും. പിന്നെ ഒരു കൈപ്പിടി നിറയെ മല്ലിയില, ഇത്രയും കൂടെ ഒന്ന് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇതാ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ചട്നി. ഇനിയിപ്പോൾ ഇത് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോഴേക്കും ഇതാ നമ്മുടെ പൊട്ടാറ്റോ ഒക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ ഒന്ന് ചൂടാറാനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നാൽ പൊട്ടാറ്റോ ഒക്കെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഇനിയിപ്പോൾ ഇതാ പൊട്ടാറ്റോ ഒക്കെ നല്ല പോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും കടുക് പൊട്ടിച്ചിട്ട് താളിക്കലൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ചട്ടിയാണ് റെഡിയാക്കുന്നത്. ചട്നി റെഡിയാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കുക. കറിവേപ്പില, ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ഫ്ലെയിം നല്ല പോലെ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഒരു പിഞ്ച് കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. കറിക്കൊരു കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളെ ഫ്ലെയിം ഈ സമയത്ത് ഓഫ് ചെയ്തിടാം. അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരല്പം വെള്ളം, ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം അതിലേക്കൊന്ന് ആ മിക്സിയിലൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് തിളക്കൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. ചട്നി വേഗത്തിൽ തന്നെ തീ ഓഫ് ചെയ്തിടാം. അങ്ങനെ നമ്മുടെ മസാല ദോശയിലേക്കുള്ള ഗ്രീൻ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയ ശേഷം ആ ചട്ടിയിൽ തന്നെ നമുക്ക് മസാല ദോശക്കുള്ള മസാല കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. പിന്നെ ചട്നിയിലേക്ക് ഉള്ള എരിവിന് നമ്മുടെ അനുസരിച്ചിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ ആർക്കും എരിവ് ഇഷ്ടമല്ല. പിന്നെ കുട്ടികളൊക്കെ ഉള്ളതല്ലേ, അവർക്കൊക്കെ പെട്ടെന്ന് എരിവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കഴിക്കാനൊക്കെ നല്ല മടിയാണ്. അപ്പോൾ ആ ചട്ടി ഞാൻ നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ മസാല ദോശക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അതിനായിട്ട് ഇപ്പോൾ ആദ്യം ഞാനൊരു പാന് വെച്ചിട്ട് ഇതിലേക്ക് ഒരല്പം കടുകിട്ട് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തന്നെ ഒരല്പം നിങ്ങളുടെ കയ്യിൽ ഉഴുന്ന് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കടിക്കുന്ന സമയത്ത്. ഇഷ്ടമുള്ളവർക്ക്, ഇവിടെ ആർക്കും അത് കടിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അത് ഇട്ട് കൊടുത്തിട്ടില്ല.
പിന്നെ ഇപ്പോൾ ഇതാ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സവാളയും പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. വെളുത്തുള്ളി ഈ അസിഡിറ്റിയുടെ പൊട്ടാറ്റോ ആകുമ്പോൾ അസിഡിറ്റിയുടെ പ്രോബ്ലം ഒക്കെ ഉണ്ടാവില്ല, അപ്പോൾ അതിന് നല്ലതാണ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മൾ പൊട്ടാറ്റോ വേവിച്ച സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഉള്ളിയിലേക്കുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി. പിന്നെ പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചെടുക്കുന്നതാവും നല്ലത് കേട്ടോ. പിന്നെ അവനവൻ്റെ എരിവിനനുസരിച്ച് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ പച്ചമുളക് നല്ലോണം വഴന്നു വന്ന ശേഷം അതിന് മാറ്റാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ റെഡിയായതിനു ശേഷം പച്ചമുളക് അതിന് മാറ്റാൻ വേണ്ടിയിട്ട് വലിയ പീസാക്കിയിട്ട് ഇട്ടിട്ടുള്ളത്. കാരണം മസാല ദോശ ഫില്ലിങ്സ് ആക്കി എടുക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ കടിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ചെറിയ പീസാക്കി ഇട്ട് കഴിഞ്ഞാൽ അവരൊക്കെ കടിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ കഴിക്കുന്നതായിരിക്കും ടേസ്റ്റ് കിട്ടും. അപ്പോൾ അങ്ങനെ പച്ചമുളകൊക്കെ ഇട്ട് നല്ലപോലെ ഉള്ളിയൊക്കെ ഒന്ന് വഴന്നു വന്ന ശേഷം നമ്മൾ എടുത്ത് ഉടച്ചു വെച്ചിട്ടുള്ള പൊട്ടാറ്റോ അതിലേക്ക് ഇട്ട് കൊടുക്കാം. പൊട്ടാറ്റോ ഇട്ട് കൊടുത്ത ശേഷം ഒരല്പം വെള്ളം, ഒരു 1/4 കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക. അതായത് പൊട്ടാറ്റോ നല്ല ടൈറ്റായിട്ടായിരിക്കുക, പിന്നെ ഒന്ന് ചൂടാറി വരുമ്പോഴേക്ക് നല്ല തിക്കായി പോവും. അപ്പോൾ അതിനൊരല്പം വെള്ളം ഒഴിച്ച് കൊടുത്താൽ അതൊന്ന് ലൂസായി കിട്ടും. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം അത്രയും ഒഴിച്ചാൽ മതി. എന്നിട്ട് നല്ല പോലെ ഇളക്കി മിക്സാക്കി അതിന് ശേഷം നമുക്ക് പിന്നെ അതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള മല്ലിയില കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ മസാല ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സും റെഡിയായി. മസാല ദോശകളൊക്കെ റെഡിയായതിനു ശേഷം ഞാനിപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയാണ്. ഇനിയിപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഏതായാലും മസാല ദോശയൊക്കെ ചൂടോടെ കഴിക്കാനാണ് ടേസ്റ്റ്. അപ്പോൾ ആർക്കും ചായ കുടിക്കാനും ടൈം ആയിട്ടുണ്ടായില്ല. അപ്പോഴേക്കും ഞാൻ വേഗത്തിൽ എന്നാലും ഉച്ചക്കലത്തേക്കുള്ള സാമ്പാർ കൂടെ റെഡിയാക്കി എടുക്കാമെന്ന് വെച്ചിട്ട് കുറച്ച് പച്ചക്കറിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ സാമ്പാറിലേക്ക് വലിയ ഉള്ളി എടുക്കാറില്ല കേട്ടോ, ഞാൻ ചെറിയ ഉള്ളിയാണ് കൂടുതൽ എടുക്കാറ്. അപ്പോൾ ഒരു കൈപ്പിടി നിറയെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 2-3 വെളുത്തുള്ളി, അത് നമുക്ക് തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കഷ്ണം കുമ്പളം, 2 ക്യാരറ്റ്, 2 തക്കാളി, ഇതൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടെടുക്കാം. ചെറിയ ഉള്ളി ഈ കറിയിലേക്ക് ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ലൊരു കുറുക്കവും കിട്ടും, നല്ല ടേസ്റ്റാണ്. അതിനപ്പോൾ ഇതെല്ലതും കഴുകി മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. വെണ്ടക്ക മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം കൂടെ ഒന്നിച്ചാണ് നമ്മൾ കുക്കറിലിട്ട് വേവിക്കാനായിട്ട് പോകുന്നത്. ഞാനിപ്പോൾ അതിൽ നിന്ന് കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളി മാറ്റി വെച്ചിട്ടുണ്ട്, അതായത് നമുക്ക് തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ടാണത്. ഇനിയിപ്പോൾ ഇതാ കുറച്ച് പരിപ്പെടുത്ത് കഴുകി വെച്ചിട്ടുണ്ട്, കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ബാക്കി മുറിച്ച് വെച്ചിട്ടുള്ള പച്ചക്കറികളൊക്കെ എല്ലാം കുക്കറിലേക്ക് ഒന്നിച്ചിട്ടിട്ട് പരിപ്പും വെജിറ്റബിൾസും ഒക്കെ ഒന്നിച്ചാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. പെട്ടെന്ന് തന്നെ സാമ്പാർ റെഡിയാക്കി എടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും വേവാൻ ആവശ്യമായിട്ടുള്ള ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് കുക്കറൊന്ന് മൂടിയിട്ട് ഒരു 3 വിസിൽ അടിക്കുന്ന മൂന്നാമത്തെ വിസിൽ വരുന്നതിൻ്റെ കൂടെ തീർന്ന് ഓഫ് ചെയ്തിടാം. അപ്പോൾ നല്ല പോലെ പച്ചക്കറിയൊക്കെ പാകത്തിന്, പച്ചക്കറിയും അതുപോലെ തന്നെ പരിപ്പൊക്കെ പാകത്തിന് വെന്തിട്ട് കിട്ടും. ഇനിയിപ്പോൾ അത് വിസിലടിച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ടിപ്പോൾ ഞാനൊരു 1/4 കപ്പ് തേങ്ങ എടുത്തു, വളരെ കുറച്ച് തേങ്ങ മതി കേട്ടോ സാമ്പാറിലേക്ക്. പിന്നെ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഒരു 5 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. വറ്റൽമുളക് എരിവിനനുസരിച്ചിട്ട് വേണമെങ്കിൽ കൂട്ടണം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ പച്ചമല്ലി, മല്ലിമണികൾ അങ്ങനെ ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു ടീസ്പൂൺ വലിയ ജീരകം, ഒരു 3/4 ടീസ്പൂൺ ഉലുവ, ഒരു 1/4 ടീസ്പൂൺ കടുക്, പിന്നെ ഒരു ചെറിയ പീസ് കായം, പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, തേങ്ങയിലേക്ക് കളറിന് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, പിന്നെ അങ്ങനെ കായം കൂടെ ഇട്ടിട്ട് നല്ലപോലെ നമുക്ക് വറുത്തെടുക്കാം. തേങ്ങ നല്ല പോലെ വറുത്തെടുക്കാം കേട്ടോ. പിന്നെ ഇത് വറുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല പോലെ എന്ന് പറഞ്ഞാൽ നല്ല ബ്രൗൺ ആയിട്ട് മുരിമുരിയ രീതിയിൽ വറുത്തിട്ടെടുക്കണം. അപ്പോഴാണ് സാമ്പാർ ടേസ്റ്റ് ആയിട്ട്
വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ തീ ഓഫ് ചെയ്തിട്ടിട്ടാലും മതി. ആ ചൂടിൽ ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. ആ സാമ്പാർ പൊടിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒരു 2 മിനിറ്റ് ഒന്ന് വറുത്തിട്ടെടുക്കണം. തീ ഓഫ് ചെയ്തിട്ടിട്ടാലും മതി, അല്ലാന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്തിടാം. എന്നിട്ട് ഇപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചിട്ടെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ വെജിറ്റബിൾസൊക്കെ വെന്തതിന് ശേഷം ഞാൻ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കിത് തേങ്ങ ഒന്ന് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചിട്ടെടുക്കണം. മിക്സിയിട്ട് ചെറിയ ജാറിലാണ് അരച്ചെടുക്കുന്നത്. അത്ര കുറച്ച് തേങ്ങയേ ഉള്ളൂ കേട്ടോ. തേങ്ങ കൂടുതൽ വേണ്ടവർക്ക് നമ്മൾ എത്രത്തോളം പച്ചക്കറികൾ എടുക്കുന്ന അതിനനുസരിച്ചിട്ട് എടുക്കാം. ഇപ്പോൾ ഇതാ കുക്കറിൻ്റെ വിസിലൊക്കെ പോയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഓപ്പൺ ആക്കി നോക്കുമ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന വെണ്ടക്ക ചെറുതായിട്ട് മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് പുളി കൂടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് കുക്കറിന് നിറഞ്ഞു വന്നപ്പോൾ ഇനി പുളിയും തേങ്ങയൊക്കെ ഒഴിക്കാനുള്ളതാണല്ലോ. അപ്പോൾ അതിന് കൊള്ളില്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗത്തിൽ തന്നെ വേറെ പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മൾ പുളി ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പുളി, അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതും കൂടെ ഒഴിച്ച ശേഷം വെണ്ട വെന്ത് വരുന്നത് വരെ നല്ലപോലെ ഒന്ന് വേവിച്ചിട്ടെടുക്കണം. ഇപ്പോൾ നമ്മുടെ വെണ്ടയൊക്കെ വേവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. പച്ചവെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ. പിന്നെ നമ്മൾ പരിപ്പൊക്കെ ഇട്ടതാണ്, അപ്പോൾ നല്ല പോലെ തിക്കായിട്ട് വരും ചൂടാറുന്ന സമയത്ത്. അപ്പോൾ കുറച്ച് ലൂസാക്കിയിട്ട് കറി ഉണ്ടാക്കുകയാണെങ്കിൽ നന്നായിരിക്കും, കാരണം ചൂടാറി വരുന്ന സമയത്ത് നല്ല തിക്കായി പോവും. അങ്ങനെ ഇപ്പോൾ തേങ്ങയൊക്കെ ഒഴിച്ച് നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സാമ്പാർ കൂടെ ഒന്ന് താളിച്ചെടുക്കണം. അതിന് ശേഷമാണ് അപ്പോഴേക്കും ഒരിടത്തിൽ ചായക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗത്തിൽ ദോശ ഇടാനായിട്ട് നിൽക്കുകയാണ്. അപ്പം ഇനി നമ്മളൊന്ന് താളിച്ചെടുത്ത് കഴിഞ്ഞാൽ കറിയുടെ പണിയൊക്കെ തീരുമല്ലോ. കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് ഒന്ന് താളിച്ചെടുക്കുകയാണ്. അങ്ങനെ അതൊക്കെ കടുക് പൊട്ടിച്ചെടുത്തു. അങ്ങനെ നമ്മുടെ അടിപൊളി സാമ്പാർ റെഡിയായി. ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനിടയ്ക്ക് ഞാൻ ടൈം ഉണ്ടെങ്കിൽ വേഗത്തിൽ കറിയൊക്കെ റെഡിയാക്കി എടുക്കും കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മളെ പണിയൊക്കെ പെട്ടെന്ന് തീരുമല്ലോ. അങ്ങനെ ഇപ്പോൾ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ദോശയൊക്കെ ചുട്ടെടുക്കണം. അതിനായിട്ടിപ്പോൾ ഞാൻ ദോശമാവ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിൽ നിന്ന് കുറച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് എന്നിട്ട് അതിലാണ് ഉപ്പിട്ടിട്ട് ഞാൻ ചുട്ടെടുക്കാൻ പോകുന്നത് കേട്ടോ. ഒന്നിച്ച് ഉപ്പിട്ടെടുക്കാറില്ല, ആവശ്യത്തിന് ഉള്ള എടുത്തിട്ട് ഉപ്പിട്ടെടുക്കാറാണ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ദോശ നമ്മൾ പാനിൽ ഒഴിച്ചിട്ട് കയ്യിൽ കൊണ്ട് ഇളക്കി ചുറ്റിച്ചെടുക്കുകയാണല്ലോ ചെയ്യാറ്. അപ്പോൾ ആ ചൂടുള്ള കയ്യിൽ തന്നെ ആയിരിക്കും നമ്മൾ വീണ്ടും മാവിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ദോശമാവൊക്കെ താണു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറേശ്ശെ എടുത്തിട്ട് ചുട്ടെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ഇപ്പോൾ ഫസ്റ്റ് ദോശ ചുറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് നെയ്യോ ഓയിലോ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കുക. അങ്ങനെ ആകുമ്പോൾ ദോശയുടെ മുകൾ ഭാഗം നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പിന്നെ ഇപ്പോൾ നമ്മുടെ മസാല ദോശയുടെ മസാലയൊക്കെ ഒന്ന് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് റോൾ ചെയ്തിട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി മസാല ദോശ ചൂടോടെ കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഓരോന്ന് ചൂടുന്നത് ഇക്കാക്കും മക്കളൊക്കെ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഓരോരുത്തർ കഴിക്കുന്നുണ്ട്. വേഗത്തിൽ ഓരോന്ന് ചുട്ടെടുക്കുകയാണ്.
മസാല ദോശ എന്ന് പറയുമ്പോൾ ചൂടോടെ കഴിക്കാനുള്ള ടേസ്റ്റ്, ചൂടാറി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഓരോന്ന് ചൂടുന്നത് ഓരോരുത്തർക്ക് എടുത്തിട്ട് പോകുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. ഇവിടെ നീച്ചു വന്നിട്ടുണ്ടായിരുന്നു അതിനിടക്ക്. അപ്പോൾ അവനെ ഒന്ന് ഫ്രഷ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ ഇതിന് നിന്നതുകൊണ്ട് ഇക്കയാണ് ഫുഡൊക്കെ കൊടുക്കുന്നത്. അവന് പിന്നെ ആര് കൊടുത്താലും അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇക്കാകുമ്പോൾ ഒന്നുകൂടെ ഇഷ്ടമാണ്, എന്നെക്കാട്ടിലും ഇഷ്ടം ഇക്കാനാണ്. അങ്ങനെ അവരൊക്കെ ഭക്ഷണം കഴിച്ചു. അതിനിടക്ക് ഞാനും നീനും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പാത്രം കഴുകി വെച്ചതിന് ശേഷം വേഗത്തിൽ ഉപ്പേരിക്കുള്ള പച്ചക്കറിയൊക്കെ ഒന്ന് മുറിച്ചെടുക്കാണ്. വഴുതനയാണ് ഇന്ന് ഉപ്പേരി ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് വെള്ളത്തിലേക്കാണ് മുറിച്ചെടുക്കുന്നത്. കാരണം നമ്മളൊരു തല മുറിച്ചെടുത്ത് വരുമ്പോഴേക്കും ബാക്കിയുള്ളതിന്ന് കളറൊക്കെ മാറിപ്പോകാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ വെള്ളത്തിലേക്കാണ് വഴുതന മുറിച്ചെടുക്കാൻ നല്ലത്. അങ്ങനെ ഇപ്പോൾ ഞാൻ വഴുതനയൊക്കെ മുറിച്ച് വെച്ചതിന് വേഗത്തിൽ വേവിക്കാനായിട്ട് വെച്ചു. പിന്നെ ഇക്കന്ന് രാവിലെ തന്നെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന മത്തിയാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് മസാലയൊക്കെ ഇട്ടെടുക്കണം വേഗത്തിൽ. പിന്നെ ഇന്ന് തുടക്കാനൊന്നും നിൽക്കുന്നില്ല കേട്ടോ. അപ്പോൾ നീനും അടിച്ചു വാരി തരും. അങ്ങനെ കിച്ചണിലെ പണിയൊക്കെ തീർന്ന് ഇവിടെ ഇക്ക ചെടികൾക്കുള്ള പച്ചച്ചാണകം കലക്കിയിട്ട് ചെടികൾക്കൊക്കെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുമായിരുന്നു. അധികം ഒഴിച്ചു കഴിഞ്ഞാൽ ചീഞ്ഞു പോവും. അപ്പോൾ കുറേശ്ശെ നല്ല പോലെ നേർപ്പിച്ചിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനും കൂടി എൻ്റെ കിച്ചണിലെ പണിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോഴേക്കും. അപ്പോൾ ഞാൻ ഡെയിലി അകത്തൊന്നും തുടച്ചെടുക്കാറില്ല കേട്ടോ. 1.5 വിട്ട ദിവസങ്ങളിൽ തുടച്ചെടുക്കാറുള്ളൂ. പിന്നെ കിച്ചണും വർക്കിംഗ് ഏരിയ മാത്രം തുടക്കാറുള്ളൂ ഡെയിലി. അങ്ങനെ അവിടുത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ മുറ്റത്ത് വന്നിട്ട് ഇപ്പോൾ ഇതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാനൊക്കെ ഒന്ന് കൂടി കൊടുത്തു. താഴെയുള്ള ചെടികൾക്കൊക്കെ കഴിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ മക്കൾക്കൊന്നും ക്ലാസ് ഇല്ല കേട്ടോ, ഇന്ന് ലീവാണ്. ശനിയാഴ്ച ആയതുകൊണ്ട് മക്കൾക്കൊക്കെ ലീവാണ്. അപ്പോൾ പിന്നെ ക്ലാസ്സിൻ്റെ ടെൻഷനൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഫ്രീ ആണല്ലോ ശനി, സാറ്റർഡേ, സൺഡേ. ഇപ്പോൾ സ്കൂളിൽ രാവിലെ വിടുന്നതിനേക്കാൾ ടെൻഷനാണ് ഇവരുടെ ഓൺലൈൻ ക്ലാസ്. അപ്പോൾ കിച്ചു ഇന്ന് ഫ്രീ ആണല്ലോ, അവനേറ്റവും അടി വിടേണ്ടതും എഴുതാനുള്ളതൊന്നും ആ പ്രശ്നമില്ല. അങ്ങനെ ഇപ്പോൾ എല്ലാത്തിനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ക്ലാസ് ഇല്ലാത്ത ദിവസം അവന് നല്ല ഹാപ്പിയാണ് കേട്ടോ. കാരണം അവനോട് എഴുതാൻ പറയില്ല, വീഡിയോസൊന്നും കാണാൻ പറയില്ല. അവന് നല്ല ഹാപ്പി ആയിട്ട് നടക്കാം. രാത്രി മാത്രമേ ബുക്ക് എടുക്കേണ്ട ആവശ്യമുള്ളൂ. നല്ലൊരു കാറ്റുള്ള ദിവസമായിരുന്നു കേട്ടോ അന്ന്. നല്ല ഇങ്ങനെ കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങി പണിയൊക്കെ എടുക്കാൻ നല്ല രസമായിരുന്നു. ബാ കിച്ചുവിന് മലയാളം പഠിക്കാനും അക്ഷരങ്ങളും ചിഹ്നങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവനെ കൊണ്ട് പത്രം വായിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ ഇരുത്തിയിട്ടൊന്ന് പത്രം വായിപ്പിക്കുകയാണ്. പത്രം എന്നല്ല, മലയാളം ഉള്ള എന്തെങ്കിലും മലയാളത്തിലുള്ള വാക്കുകളും അക്ഷരങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ബുക്കോ പത്രമോ എന്തായാലും വേണ്ടില്ല ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ വായിപ്പിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനെ അതിനിങ്ങനെ ഇരുത്തിയതാണ്. ആ നേരത്ത് മിച്ചും കൂടെ കച്ചറ ഉണ്ടാക്കിയിട്ടുണ്ട് സ്കൂളിൽ. ഇനിയിപ്പോൾ അടുത്ത ഡ്യൂട്ടിക്ക് തുടങ്ങിയതാണ്. ഇവരെയൊക്കെ ഒന്ന് എണ്ണ തേപ്പിക്കുകയാണ്. എണ്ണ അറിയുന്നത് നമ്മുടെ വെളിച്ചെണ്ണ ആട്ടിക്കൊണ്ടുവന്ന അതിൻ്റെ കക്കം ഉണ്ടല്ലോ. അപ്പം അതിൻ്റെ കക്കം മക്കളുടെ മക്കളുടെ നല്ല എല്ലാവർക്കും സ്കിന്നിനൊക്കെ നല്ല സ്മൂത്തായിട്ട് വരാനും, പിന്നെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് പറഞ്ഞാൽ വല്ലാതെ ഡ്രൈ ആയി പോകുന്നൊരു ക്ലൈമറ്റ് ആണല്ലോ. അപ്പോൾ ഈ സമയത്തൊക്കെ തേച്ച് കൊടുക്കാനൊക്കെ നല്ലതാണ്.
അപ്പോൾ ഇവരൊക്കെ കിട്ടാൻ നല്ല പണിയായിട്ട് കിച്ചുവിനൊക്കെ പിടിച്ച് വെച്ചിട്ടാണ് തേച്ച് കൊടുത്തിരുന്നത്. കിച്ചുവിനൊരു വിധം സോപ്പിട്ട് അതൊക്കെ തരാന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ടിട്ട് അത് തേച്ച് കൊടുത്തു. പക്ഷെ അടുത്ത ആളെ തേച്ച് കൊടുക്കാനായിരുന്നു പാട് നിച്ചുവിന്. അപ്പം ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. നിച്ചു കരഞ്ഞ് വിളിക്കായിരുന്നു. അവന് ഒട്ടും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല തേച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഇപ്പോൾ അവിടെയൊക്കെ എണ്ണയൊക്കെ തേപ്പിച്ച് മക്കളുടെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാനും ഒക്കെ കുളിച്ചതിന് ശേഷം നമ്മുടെ മീനൊക്കെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുകയാണ്. മത്തി ഫ്രൈ ആക്കുന്ന സമയത്ത് മസാല തേക്കുന്ന സമയത്ത് ഞാൻ അതിലേക്ക് ഒരൽപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി കൂടെ ഒഴിച്ചിട്ടൊന്ന് മസാല ഇട്ടെടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. നല്ല പോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ അങ്ങനെ മീനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ നല്ല സൂപ്പർ ചോറും സാമ്പാറും വഴുതന ഉപ്പേരിയും പപ്പടവും മീൻ പൊരിച്ചതും ഒക്കെ ആയിട്ട് നല്ല ഉച്ചയൂണൊക്കെ കഴിച്ചു. വറുത്തരച്ച് സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ദോശയ്ക്കാണെങ്കിലും ചോറിലേക്കാണെങ്കിലും നല്ല ടേസ്റ്റാണ്. ഈ രീതിയിൽ സാമ്പാർ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കാനുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ഹോട്ടലിലൊക്കെ കഴിക്കുന്ന ആ സാമ്പാറിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരും. അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം ഉച്ചയ്ക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. നമ്മുടെ നിച്ചുക്കുട്ടിനെ ഒന്ന് ഉറക്കി കൊടുത്തു. അവന് ഉറങ്ങി എണീറ്റതിന് ശേഷം ഞങ്ങൾ വൈകുന്നേരം ഒന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പുറത്തേക്ക് പോകാനായിട്ട് ഇപ്പോൾ റെഡി ആയി കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെയുള്ള വിവരങ്ങളും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വേഗത്തിൽ പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. കാരണം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോവും. അപ്പോൾ നിങ്ങൾക്കൊക്കെ ബോറായിരിക്കും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വേഗത്തിൽ വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് പോണേ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയോർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കും കൂടെ വേണം. അപ്പോൾ വേഗത്തിൽ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും. ബായ്, അസ്സലാമു അലൈക്കും.